പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന, പ്രധാനമന്ത്രിയുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ നൽകുന്ന ഉപദേശം അല്ലെങ്കിൽ അവരുടെ ഇൻപുട്ട് പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെടുന്ന ഇൻപുട്ടുകൾ, ഭരണാധിപന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഇൻപുട്ടുകൾ, അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന യൂഫറിക്കായ കാര്യങ്ങളാണ് പലപ്പോഴും ഇത്തരം ഉപദേശകർ നൽകാറുള്ളത്. അത്തരം ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് ഭരണത്തിലിരിക്കുന്ന ആളുകൾ വലിയ കുഴപ്പത്തിൽ ചാടാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റിന്റെ ഗ്രൗണ്ടിൽ നിന്ന് ജനങ്ങളുടെ വികാരം എന്താണ്, ജനങ്ങളുടെ നീക്കം എന്താണ്, ജനങ്ങളുടെ പ്രിസെപ്ഷൻ എന്താണ്, അത് കൃത്യമായി അസസ് ചെയ്ത് ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ എത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരം ക്രൈസിസുകൾ മാനേജ് ചെയ്യാൻ ഭരണാധിപന്മാർക്ക് സാധിക്കുക. രാജ്യത്തിന്റെ മനോഭാവം, മൂഡ് ഓഫ് ദ നേഷൻ വൈകിയാണ് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടത്. ജനങ്ങളുടെ മനോഭാവം വളരെ വൈകി തിരിച്ചറിയുന്ന എല്ലാ ഭരണാധികാരികളും ചരിത്രത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അവരെ കാത്തിരിക്കുന്നത് തോൽവി തന്നെയായിരിക്കും. ജനങ്ങളുടെ മനോഭാവം വൈകി മനസ്സിലാക്കുന്ന എല്ലാ ഭരണാധികാരികളും ചരിത്രത്തോട് തോറ്റിട്ടേ ഉള്ളൂ. ആ ഒരു തോൽവിയാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിക്കും സംഭവിച്ചത് എന്ന് നിസ്സംശയം പറയാം. 1978 ഇറാനിൽ വിപ്ലവങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അഗ്നിപർവ്വതമായി പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഷാ ഭരണകൂടത്തിനെതിരെയുള്ള വികാരം ജനങ്ങളിൽ അതിശക്തമായിരുന്നു. ആ ജനങ്ങളുടെ അസന്തുഷ്ടി ദിനം പ്രതി വർദ്ധിച്ചു വന്നു. ഷാ മുഹമ്മദ് റസ പഹ്ലവി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ആ പ്രസംഗത്തിൽ അദ്ദേഹം രാജ്യത്ത് അഴിമതിയുണ്ടെന്ന് അംഗീകരിച്ചു. അതോടൊപ്പം പരിഷ്കാരങ്ങൾ വാഗ്ദാനം ചെയ്തു. പുതിയ പരിഷ്കരണങ്ങൾ നടപ്പാക്കും, അഴിമതി ഇല്ലായ്മ ചെയ്യും, ജനങ്ങളോട് സമാധാനം പാലിക്കാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. പക്ഷേ സമയം വളരെ വൈകിയിരുന്നു. ജനങ്ങൾക്ക് ഭരണകൂടത്തോടുള്ള വിശ്വാസം ആകെ തകർന്നിരുന്നു. ആ പ്രതിസന്ധി അവസാനിക്കുകയല്ല ചെയ്തത്. ഇപ്പോഴാണ് ഗവൺമെന്റ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന ഒരു തിരിച്ചറിവിലേക്കാണ് ജനങ്ങളെത്തിയത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴാണ് ഗവൺമെന്റ് തിരിച്ചറിഞ്ഞത് എന്ന ഭരണകൂടത്തിന്റെ വൈകിയോദിച്ച വിവേകം ജനങ്ങൾ അംഗീകരിച്ചില്ല, സ്വീകരിച്ചില്ല. അഴിമതി ഗവൺമെന്റ് അംഗീകരിച്ചു, ഭരണകൂടം അംഗീകരിച്ചു എന്ന വികാരമുണ്ടായി. അതോടൊപ്പം ഈ കാര്യം തിരിച്ചറിയാൻ ഗവൺമെന്റ് ഏറെ വൈകി എന്ന ബോധ്യമുണ്ടായി. വൈകി ഉദിച്ച വിവേകം ജനങ്ങൾ അംഗീകരിച്ചില്ല. പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുകയാണ് ആ പ്രസംഗം കൊണ്ടുണ്ടായത്. ഒരു ഫലവും അതുകൊണ്ടുണ്ടായില്ല. അടുത്ത ഏതാനും മാസങ്ങൾക്കകം ഷാ പഹ്ലവി രാജ്യം വിടുകയാണ് ഉണ്ടായത്. 1979 ഇറാനിൽ ഇസ്ലാമിക് വിപ്ലവം നടന്നു. പുതിയ ഭരണകൂടമുണ്ടായി. ഇതേ പ്രതിസന്ധി തന്നെയാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയും നേരിട്ടത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടത്തിൽ ശരിയായ വിവരങ്ങളല്ല ഷെയ്ഖ് ഹസീനക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ആദ്യം വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭമായിരുന്നു. ആ പ്രക്ഷോഭം വലിയ സമരമായി മാറി. പൊതുജനങ്ങൾ അതിൽ പങ്കുചേർന്നു. വലിയ ജനകീയ സമരമായി അത് മാറുമ്പോഴും കൃത്യമായി ഇതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കാൻ ഷെയ്ഖ് ഹസീനക്ക് സാധിച്ചില്ല. എല്ലാം ഓക്കെയാണ് എന്ന മെസ്സേജായിരുന്നു ഷെയ്ഖ് ഹസീനക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. രാഷ്ട്രീയ സാഹചര്യം പ്രക്ഷുബ്ധമാകുന്ന ഘട്ടത്തിൽ ഭരണകൂടം നൽകുന്ന വാഗ്ദാനങ്ങളിൽ ജനങ്ങൾ ഒരിക്കലും വിശ്വാസമർപ്പിക്കുകയില്ല. അവർക്ക് വാഗ്ദാനങ്ങൾ ആവശ്യമില്ല, നടപടികളായിരിക്കും ഏറ്റവും പ്രധാനം. അത്തരം ഒരു നടപടികളിലേക്ക് നീങ്ങുമ്പോൾ മാത്രമേ ജനവിശ്വാസ്യത അല്പമെങ്കിലും നേടാൻ സാധിക്കുകയുള്ളൂ. ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ആശങ്ക കേൾക്കുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ശക്തരായ ഭരണാധികാരികൾ ഉണ്ടാകും, ജനപ്രിയ നേതാക്കൾ ഉണ്ടാകും, ഭൂരിപക്ഷത്തോടെ വിജയിച്ച സർക്കാരുകളും ഉണ്ടാകും. എന്നാൽ ഒരു ജനാധിപത്യത്തിൻ്റെ കരുത്ത്, അതിൻ്റെ ശക്തി ഒരു വ്യക്തിയിൽ നിന്ന് വരുന്നതല്ല. അത് വരുന്നത് ശക്തമായ സ്ഥാപനങ്ങളിൽ നിന്നാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയപ്പെടാത്ത ഉപദേഷ്ടാക്കളിൽ നിന്നാണ്. വസ്തുതകൾ മറച്ചുവെക്കാത്ത ഉദ്യോഗസ്ഥരിൽ നിന്നാണ്. സത്യം കേൾക്കാൻ തയ്യാറുള്ള നേതൃത്വത്തിൽ നിന്നാണ്. ഇന്നത്തെ ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ നരേന്ദ്രമോദി
ഭൂതകാലമാണ്. ആ ഭൂതകാലം കൊണ്ട് ഭാവി കാലത്തെ നിയന്ത്രിക്കാൻ, വരുന്ന വളരുന്ന തലമുറയെ നിയന്ത്രിക്കാൻ മോദിയുടെ പൊടി പിടിച്ച തുരുമ്പ് പിടിച്ച ആശയങ്ങൾ കൊണ്ട്, ആയുധങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല എന്ന കാര്യം തീർച്ചയാണ്. അഭിപ്രായങ്ങൾ നിമിഷങ്ങൾക്കകം രൂപപ്പെടുന്ന ഒരു ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്. ക്യാമ്പയിൻ 1 മണിക്കൂറിനുള്ളിൽ ദേശീയ ചർച്ചയാക്കി മാറ്റാൻ സോഷ്യൽ മീഡിയ വഴി സാധിക്കും. ഇത്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ നയിക്കാൻ ഇന്നലെയുടെ അനുഭവം, ഗുജറാത്ത് പാഠങ്ങൾ മതിയാകില്ല. നരേന്ദ്രമോദിക്കും BJPക്കും ഈ സമരം നൽകുന്ന വലിയ പാഠം, ചോദ്യങ്ങൾ ചോദിക്കുന്ന ജനാധിപത്യമാണ് അതിശക്തമായ ജനാധിപത്യം. ചോദ്യങ്ങൾ ചോദിക്കുന്ന ജനാധിപത്യമാണ് ഏറ്റവും കരുത്തുറ്റ ജനാധിപത്യം. പ്രതിപക്ഷമുക്ത ഭാരതം പണിയാൻ ശ്രമിക്കുന്ന BJPക്കും നരേന്ദ്രമോദിക്കും അവരുടെ തലക്ക് കിട്ടിയ അടിയാണ് ഈ സമരം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ജനാധിപത്യം.